Hi students. Good evening everyone. ഞാൻ നിങ്ങളുടെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഫാക്കൽറ്റി നിമ്മി നെൽസൺ. സോ ഇത് നമ്മളുടെ ഫസ്റ്റ് ലൈവ് ആണ്. ഹായ് ഷൈൻ ടോം. ഹായ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ കോറിലേഷൻ അനാലിസിസ് ആണ്. അതിന് മുൻപായിട്ട് എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വേഗം ജോയിൻ ചെയ്യുക. ഇത് നമ്മളുടെ ഒരു പ്രോബ്ലം പേപ്പറാണ്. സോ എല്ലാവരും പെന്നും പേപ്പറും കാൽക്കുലേറ്ററും ഒക്കെ ആയിട്ട് വേഗം റെഡി ആയിട്ടിരുന്നു. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഓണം എക്സാം ഒക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നിനിപ്പം തീരെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇന്നാണ് ആദ്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നതെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക. ഇന്നലെ ബബി സാറും അഖില മിസ്സും ഒക്കെ ആയിട്ട് സൂപ്പർ ഡൂ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ അവർ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വിന്നറിനെ ഇന്ന് സെലക്ട് ചെയ്യും. ഇന്ന് ഈ ക്ലാസ്സിന് ശേഷമായിരിക്കും അതിൻ്റെ സെലക്ഷൻ ഉണ്ടാവുക. ഇന്നത്തെ ലൈവിന് ശേഷം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ എത്ര വ്യൂവേഴ്സ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്യാഷ് പ്രൈസ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ തരാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോയാലോ? അപ്പം നമ്മൾ ചാപ്റ്റർ എന്ന് പറയുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്. എന്താണ് കോറിലേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റയിലെ വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ അനാലിസിസ് ആണ് കോറിലേഷൻ അനാലിസിസ്. സോ എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾക്ക് ഈ അനാലിസിസിന് യൂസ് ചെയ്യാൻ പറ്റുക? യെസ്, ബൈവേരിയറ്റ് ഡാറ്റയാണ് നമ്മൾ ഈ അനാലിസിസിന് യൂസ് ചെയ്യുന്നത്. ബൈവേരിയറ്റ് ഡാറ്റ, ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ആ ഡാറ്റ എന്നുള്ളത്. ഇറ്റ് ഈസ് ബൈ, രണ്ട് വേരിയബിൾസ്, ഒരു എക്സും ഒരു വൈയും. ആ രണ്ട് വേരിയബിൾസും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? ഇനി ആ റിലേഷൻ ഉണ്ടെങ്കിൽ എത്രത്തോളമാണ് അതിന് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. So bivariate data consists of two variables with a certain relation. Variables can be both numerical, categorical, or one numerical and other categorical. എന്താണ് ഈ ന്യൂമറിക്കൽ ആൻഡ് കാറ്റഗോറിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂമറിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സിൽ വരുന്ന വാല്യൂസ്, അതായത് ഇപ്പോൾ ഏജ്, ഹൈറ്റ്, അതൊക്കെ ന്യൂമറിക്കൽ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ഇനി കാറ്റഗോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക്, ഓർഡർ, അതൊക്കെയാണ് കാറ്റഗോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. മെയിൻലി ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പം നമ്മളുടെ ഡാറ്റ ബോത്ത് രണ്ട് വേരിയബിൾസും ന്യൂമറിക്കൽ ആവാം, ഇനി രണ്ട് വേരിയബിൾസും കാറ്റഗോറിക്കൽ ആവാം, അല്ലെങ്കിൽ ഒന്ന് ന്യൂമറിക്കലും ഒന്ന് കാറ്റഗോറിക്കലും ആവാം. സ്കാറ്റർ പ്ലോട്ട് ഈസ് യൂസ്ഡ് ഫോർ ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ഈസി ആയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് സ്കാറ്റർ പ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി കൊവേരിയൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കോറിലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോറിലേഷൻ അനാലിസിസിൽ നമ്മൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഫിഷ്യന്റ്, അതുപോലെ സ്പിയർമാൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ കൊവേരിയൻസ് ആണ് നമ്മൾ കാൽക്കുലേഷന് യൂസ് ചെയ്യുന്നത്. സോ ദി ഡിഗ്രി ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇസ് കൊവേരിയൻസ്. ഇനി എന്താണ് ബൈവേരിയറ്റ് അനാലിസിസ്? It is the statistical study used to find if there exists some relationship between two variables. ബൈവേരിയറ്റ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ്. എന്തെങ്കിലും രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ, അതാണ് ബൈവേരിയറ്റ് അനാലിസിസ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് ഈ കോറിലേഷൻ അനാലിസിസും ബൈവേരിയറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. ബൈവേരിയറ്റിൽ ജസ്റ്റ് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ കോറിലേഷനിൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, എത്രത്തോളം അവർ തമ്മിൽ കണക്റ്റഡ് ആണ് എന്ന് കൂടിയാണ് നമ്മൾ കോറിലേഷനിൽ ചെക്ക് ചെയ്യുന്നത്. സോ
ഇനി ബൈവേരിയറ്റ് അനാലിസിസിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് സെയിൽസ് ഓഫ് എ പ്രോഡക്റ്റ്. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സെയിൽസും കൂടുന്നു. അതായത് കൂടുതൽ പരസ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കച്ചവടം അതിനനുസരിച്ച് കൂടുതലായിരിക്കും. കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുന്നു, അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. ഇനി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സോൾഡ്. ഇപ്പോൾ ഒരു സാധനത്തിന് പെട്ടെന്ന് വില കൂടാണ്, അപ്പോൾ അതിൻ്റെ കൺസെപ്ഷൻ നമ്മൾ കുറയുന്നതായിട്ട് കാണാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നോക്കുകയാണെങ്കിൽ തക്കാളിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ കൺസെപ്ഷൻ വളരെ കുറഞ്ഞിട്ടുണ്ടാവും. ഈ ബൈവേരിയറ്റ് അനാലിസിസിൽ ഈ ബൈവേരിയറ്റ് ഡാറ്റ അവർ തമ്മിലൊരു ലീനിയർ റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ലീനിയർ റിലേഷനും ആയിരിക്കാം. പക്ഷെ കോറിലേഷൻ അനാലിസിസിൽ നമ്മളിവിടെ ജസ്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കോറിലേഷൻ അനാലിസിസ്? Correlation analysis is used to study the degree of relationship between two variables in a bivariate distribution. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള എത്ര ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിലുള്ളത് എന്നാണ് കോറിലേഷൻ അനാലിസിസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്. നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ പൈസ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് കുറയാനാണല്ലേ സാധ്യത. അതേപോലെ തന്നെ ഒരാളുടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ അയാളുടെ വെയിറ്റും ഉറപ്പായിട്ടും കൂടുന്നുണ്ട്. ഇതൊക്കെ കോറിലേഷൻ അനാലിസിസിന് ഒരു എക്സാമ്പിളാണ്. ഒരു വേരിയബിളിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് മറ്റ് വേരിയബിളിലും മാറ്റം ഉണ്ടാകുന്നു. കോറിലേഷൻ ഓൾസോ ഷോസ് ദ ഡിഗ്രി ഓഫ് കോവേരിയേഷൻ. ഈ രണ്ട് വേരിയബിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഇനി അഥവാ അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്രയാണ്, അതൊക്കെ നമുക്ക് കോറിലേഷൻ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചോദിച്ചേ. ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Consider a certain brand of television. The amount utilized for advertisement and quantity sold in different years are given below. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റിന് എത്ര എമൗണ്ട് ആയി, അതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി ആണ് വിറ്റത്. ഈ എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഈ വാല്യൂസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സോൾഡ്, ഈ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾക്ക് സെല് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു എങ്ങനെയാണ് കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ, സ്കാറ്റർ പ്ലോട്ട് ആയിരിക്കും. സോ സ്കാറ്റർ പ്ലോട്ടിന് നമ്മൾ ആദ്യം ഇങ്ങനെ പ്ലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എക്സ്, ഇവിടെ വൈ. ഇനി എക്സ് ആക്സിസിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് വാല്യൂസ് നമ്മൾ എക്സ് ആക്സിസിലും ക്വാണ്ടിറ്റി സോൾഡ് വൈ ആക്സിസിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക. ഇത് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. നമുക്ക് മാനുവലി ഇങ്ങനെയും നമുക്ക് പ്ലോട്ട് ചെയ്യാം, പ്ലസ് ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയും നമുക്ക് സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ആർ പ്രോഗ്രാമിംഗ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുക, ആ വീഡിയോസൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ ഇസ് 25, അതേപോലെ വൈൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ ഇവിടെ 25, 100 വരുന്നത് ഈ പോയിന്റിലാണ്. സോ അത് നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഇസ് 50 to 20. അപ്പോൾ 50ൻ്റെ ഇക്വലനായിട്ട് ഇവിടെ 50ൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എക്സ് വൈയിൽ വരുന്ന വാല്യൂ ഇസ് 250. അങ്ങനെ ഓരോ പോയിന്റും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ സ്കാറ്റർ ഡയഗ്രാം. ഈ ഡയഗ്രാം കാണുമ്പോൾ ഈ രണ്ട് വാല്യൂസ്, ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് കാണാം അല്ലേ, ഇതൊരു സെയിം ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതായത് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സെയിൽസും കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം, ലൈക്ക് ഇതാണ് ഇത് കോറിലേഷൻ ഉണ്ട് ഇവർ തമ്മിൽ, ഇനി എത്ര ഡിഗ്രി കോറിലേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇനി നോക്കാം. സോ ഇപ്പോൾ പറയുന്നത് എത്ര ടൈപ്സ് ഓഫ് കോറിലേഷൻ, നമുക്ക് 3 ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ?
If the two variables are moving together in the same direction, then the correlation is called positive correlation. അതായത് എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈൻ്റെ വാല്യൂയും കൂടുക, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് വൈൻ്റെ വാല്യൂയും കുറഞ്ഞു വരിക. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ ഗ്രാഫ് കാണാം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈൻ്റെ വാല്യൂയും കൂടുന്നുണ്ട്. ഇവിടെ നമ്മളുടെ വാല്യൂസ് ഒരേ ഡയറക്ഷൻ, അതായത് സെയിം ഡയറക്ഷനിലാണ് അവർ പോകുന്നത്. അവിടെ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. സോ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ. എക്സ് പോകുന്നതിനനുസരിച്ച് തന്നെ വൈയും പോവുക, രണ്ടാളും സെയിം ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് yield ഓഫ് ക്രോപ്പ്. ഫെർട്ടിലൈസർ യൂസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ yield കിട്ടുന്നത്. സോ അത് രണ്ടും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മളുടെ ചിലവ് ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മളെ എക്സ്പെൻഡിച്ചറും കൂടുന്നു. സോ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, increase in value of one variable is accompanied by an increase in the value of other variable. അതേപോലെ തന്നെ ഡിക്രീസും. വൈ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എക്സ് വാല്യൂ അതിൻ്റെ കൂടെ തന്നെ ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനും പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. നെക്സ്റ്റ് ഇസ് നെഗറ്റീവ് കോറിലേഷൻ. If two variables are moving in opposite direction, then they are said to be negatively correlated. അതായത് എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. ഇനി വൈസ് വേഴ്സ, വൈൻ്റെ വാല്യൂ കൂടി വരുന്നതിനനുസരിച്ച് എക്സിൻ്റെ വാല്യൂ കുറയുന്നു. അതാണെങ്കിലും നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. ഒരു വാല്യൂ കൂടുന്നു, അതിനനുസരിച്ച് മറ്റേത് കുറയുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, നമ്മളിപ്പോൾ സൂര്യൻ്റെ ദൂരെയാണുള്ളത് എർത്ത്. സോ അവിടുന്ന് അത്രയും ദൂരെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സൂര്യൻ്റെ അടുത്ത് നിന്നുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഇനി നമ്മൾ മെർക്കുറീൻ്റെ ഭാഗത്താണ് നമ്മൾ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടുന്നത് കൂടുതലായിരിക്കും, കൂടുതൽ ലൈറ്റായിരിക്കും നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ടാവുക. പ്രഷർ ആൻഡ് വോളിയം, നമ്മൾ അത് പഠിച്ചിട്ടുണ്ടല്ലേ ഫിസിക്സിലൊക്കെ. ലൈക്ക് പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയുന്നു, അല്ലെങ്കിൽ പ്രഷർ കുറയുന്നതിനനുസരിച്ച് വോളിയം കൂടുന്നു, അങ്ങനെ. സോ അതും ഒരു നെഗറ്റീവ് കോറിലേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി നോ കോറിലേഷൻ. ഇപ്പോൾ രണ്ട് ആട്രിബ്യൂട്ട്സും തമ്മിൽ ഒരു റിലേഷനും ഇല്ലെങ്കിൽ അതിനെ നോ കോറിലേഷൻ എന്നാണ് പറയുക. ദാറ്റ് ഈസ് സീറോ കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, എമൗണ്ട് ഓഫ് റെയിൻഫോൾ ആൻഡ് സ്കോർസ് ഇൻ ആൻ എക്സാം. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നല്ല മഴയുള്ള ദിവസമാണെങ്കിൽ ആ ക്ലാസ്സിൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് മഴയുള്ള ദിവസം ആയതുകൊണ്ട് കുറച്ച് സ്കോറേ അവർക്ക് കിട്ടുന്നുള്ളൂ. സോ അതൊക്കെ നോ കോറിലേഷൻ്റെ കേസസ് ആണ്. ഇനി ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ്. നല്ല ഹൈറ്റുള്ള ആൾക്ക് ഭയങ്കര ഇൻ്റലിജൻസ് ഉണ്ട്, ഇനി ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് തീരെ ഇൻ്റലിജൻസ് ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അത് രണ്ടും തമ്മിൽ തീരെ ഒരു കണക്ഷനുമില്ല. സോ ദർ ഇസ് നോ കോറിലേഷൻ ഇൻ ദോസ് കേസസ്. ഇതുവരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വി ഹാവ് ഇസ് പെർഫെക്റ്റ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് ആൻഡ് പെർഫെക്റ്റ് നെഗറ്റീവ്. എന്താണ് പെർഫെക്റ്റ് കോറിലേഷൻ? ഇറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ദാറ്റ് ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. അതായത് ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാല്യൂസൊക്കെ കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണല്ലേ ഉള്ളത്, അത് സിംഗിൾ ലൈനിലല്ല. ഇപ്പോൾ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേത് സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യുന്നു. അത് ഒരൊറ്റ ഡയറക്ഷനിൽ ഒറ്റ ലൈനിലായിരിക്കും ആ റിലേഷൻ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമ്മൾക്ക് ഇനി പഠിക്കാനുള്ള പെർഫെക്റ്റ് പോസിറ്റീവ്. ദ വേരിയബിൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഫോർ എക്സാമ്പിൾ, റേഡിയസ് ആൻഡ് ഏരിയ ഓഫ് സർക്കിൾ. റേഡിയസ് കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടി വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സർക്കിൾസിൻ്റെ ഏരിയയും കൂടും. ഇനിയിപ്പോൾ 3 ആണ് നമ്മളുടെ റേഡിയസ് എങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് πr² ആയിരിക്കും. അതേപോലെ സെയിൽസും റവന്യൂ അതും പെർഫെക്റ്റ് കോറിലേഷനിലാണുള്ളത്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി വാട്ട് ഈസ് പെർഫെക്റ്റ് നെഗറ്റീവ്? ദാറ്റ് ഈസ് ദ വേരിയബിൾസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. അതിൻ്റെ ഗ്രാഫ് വരിക
അതും ഒരു സിംഗിൾ ലൈനിലായിരിക്കും. ദാറ്റ് ഈസ് പെർഫെക്റ്റ് നെഗറ്റീവ്. എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. അതാണ് ഈ ഗ്രാഫ് പറയുന്നത്. സോ പ്രഷർ ആൻഡ് വോളിയത്തിൻ്റെ സ്കാറ്റർ പ്ലോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. പ്രഷർ കൂടുന്നതിനനുസരിച്ച് നമ്മളെ വോളിയം കുറഞ്ഞാണ് വരിക. വെൻ കെപ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്താലാണ് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാമെന്നാണ് നോക്കുന്നത്. ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രമാണ്. സ്കാറ്റർ ഡയഗ്രത്തിന് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് എന്നും കൂടെ വിളിക്കാറുണ്ട്. അതൊരു ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് കോറിലേഷനാണ്. അതായത് അതൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ എക്സിൻ്റെ ഒബ്സർവേഷൻസും വൈൻ്റെ ഒബ്സർവേഷൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കാറ്റർ ഡയഗ്രാം ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് കോറിലേഷൻ്റെയും നെഗറ്റീവ് കോറിലേഷൻ്റെയും നോ കോറിലേഷൻ്റെയും ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോ കോറിലേഷൻ ആണോ എന്ന് ഈസി ആയിട്ട് നമുക്ക് ഈ ഗ്രാഫ് നോക്കുമ്പം പറയാൻ പറ്റുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയായിരിക്കും സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് നോക്കാം. ഈ സ്കാറ്റർ ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് തോന്നുന്നത്? യെസ്, ഇറ്റ് ഈസ് സിമ്പിൾ. നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് റിലേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് സിമ്പിളാണ്. അതേപോലെ തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഇത് കാണുമ്പോൾ ഈസി ആയിട്ട് ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നൊരു ഇൻഫറൻസ് ഇത് കാണുമ്പോൾ ഇത് ഏകദേശം ഇവർ തമ്മിലൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ്, ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. സോ അത് സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഒരു മെറിറ്റാണ്. ഇനി മീൻ മീഡിയൻ മോഡൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് അതിൽ എക്സ്ട്രീം വാല്യൂസിനൊക്കെ എഫക്റ്റ് ചെയ്യപ്പെടുന്നു. മീനൊക്കെ ആണെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റിയൊക്കെയാണ് മീൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്കാറ്റർ ഡയഗ്രത്തിൽ അങ്ങനെ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും ഈ സ്കാറ്റർ പ്ലോട്ടിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. സോ അത് അതിൻ്റെ ഒരു മെറിറ്റാണ്. Not affected by extreme values. ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയണത്? യെസ്, ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻ നമുക്കിത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. സോ വി cannot find the degree of correlation. അതാണ് അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതിനാണ് രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആൻഡ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. What is coefficient of correlation? It is a relative measure showing the degree of relationship between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എത്രത്തോളം അവർ കണക്റ്റഡ് ആണ് എന്ന് കാണിക്കാനുള്ളതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതിനാണെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും മറ്റേത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റും ആണ്. സോ മക്കളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ കയറാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ ഇന്നലത്തെ ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഓണം പ്രമാണിച്ച് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമായ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഇന്നലെ ബബി സാറും അഖില മിസ്സും അവരെ ലൈവിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. ലൈവിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എത്ര വ്യൂവേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് ക്യാഷ് പ്രൈസും
ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേക്ക് ഉണ്ട്. അപ്പം ഇന്ന് ഈ ലൈവിന് ശേഷം ഇന്നലെ കമൻ്റ് ഇട്ട ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതാണ്. സോ ലൈവിൻ്റെ അവസാനം വരെ എന്തായാലും ഇരിക്കുക. വിന്നറിനെ നമ്മൾ ഇന്ന് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. It is a mathematical method for measuring the magnitude of the linear relationship between two variables. നമ്മൾ പറഞ്ഞു ഇവിടെ കോറിലേഷൻ അനാലിസിസിൽ നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ അവർ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് എത്ര ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാനുള്ളൊരു മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. നമ്മൾ അത് ആർ എന്ന സ്മോൾ ലെറ്റർ ആർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു covariance between x and y divided by standard deviation of x into standard deviation of y. So നമ്മളിപ്പോൾ പറഞ്ഞു r of xy is equal to covariance of xy divided by standard deviation of x into standard deviation of y. So covariance xy ന്റെ ഇക്വേഷൻ എന്താണ്? That is equal to 1 by n summation x minus x bar into y minus y bar. ഇതാണ് covariance of xy ന്റെ ഇക്വേഷൻ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് റൂട്ട് ഓഫ് വേരിയൻസ്. സോ ഹിയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by n into summation x minus x bar the whole square, and standard deviation of y is equal to 1 by n summation y minus y bar the whole square. That is square root of 1 by n summation x minus x bar the whole square, and standard deviation of y is root of 1 by n summation y minus y bar the whole square. Variance എങ്ങനെയായിരുന്നു? വേരിയൻസ് ആണ് 1 by n summation x minus x bar the whole square. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ആർ ഓഫ് എക്സ് വൈയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സോ ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 by n summation x minus x bar into y minus y bar whole divided by root of 1 by n summation x minus x bar the whole square into root of 1 by n summation y minus y bar the whole square. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എൻ സമേഷൻ എക്സ് വൈ മൈനസ് സമേഷൻ എക്സ് സമേഷൻ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു summation x square minus summation x the whole square into root of n into summation y square minus summation y the whole square. സോ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ രണ്ട് ഇക്വേഷനും എല്ലാവരും പഠിച്ചു വയ്ക്കാം. സോ അതാണ് ഇവിടെ ഫൈനലി കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ആർ ഇസ് ഈക്വൽ ടു n summation xy minus summation x summation y divided by root of summation x square minus summation x the whole square into root of summation y square minus summation y the whole square. ഈ കാൾ പിയേഴ്സൺസ് എല്ലാ കൊല്ലവും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓണം എക്സാം, പബ്ലിക് എക്സാം, ഇംപ്രൂവ്മെൻറ്റ്, അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെക്ക് ചെയ്താലും കാൾ പിയേഴ്സൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു കാര്യമാണ് റേഞ്ച് ഓഫ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. എന്താണ് അതിൻ്റെ റേഞ്ച്? ഈ ആറ് റേഞ്ച് ചെയ്യുന്നത് -1 to +1. അങ്ങനെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് എത്രയാണ് ഇതിൻ്റെ സ്മോളസ്റ്റ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ കോറിലേഷൻ എടുക്കാൻ പറ്റുന്നത് അങ്ങനെ ചോദിച്ചെങ്കിൽ ഇറ്റ് ഇസ് -1 ആൻഡ് ദി ഹയസ്റ്റ് വാല്യൂ ഇസ് +1. സോ -1 to +1 ആണ് കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷനും നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന
എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു പകുതി ക്വസ്റ്റ്യൻസ് കാൽ പിയേഴ്സൺ വെച്ചിട്ട് തന്നെയായിരിക്കും. സോ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ് ഈ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ പ്രോപ്പർട്ടീസ്? ഇതിൽ നമുക്ക് R +1 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പെർഫെക്റ്റ് പോസിറ്റീവ് എന്നാണ് പറയാം. അതായത് വേരിയബിൾസ് എക്സും വൈയും തമ്മിൽ പെർഫെക്റ്റ് കോറിലേഷനിലാണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനിലാണ് എന്നാണ് നമ്മൾ പറയാം. R = 1 ആണെങ്കിൽ. ഇനി R -1 ആണെങ്കിൽ they are in perfect negative correlation. ഇനി എക്സും വൈയും തമ്മിൽ നോ റിലേഷൻ, അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ലെങ്കിൽ ദെൻ R = 0. അതിനെ കോറിലേഷൻ, സീറോ കോറിലേഷൻ എന്നാണ് നമ്മൾ അതിന് പറയാം. ഇനി 0 <r +1 ആ ഒരു റേഞ്ചിലാണ് നമ്മളുടെ R വാല്യൂ നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ. ഇനി അത് 0.9 ഒക്കെ ആണെങ്കിൽ നമ്മളത് ഹൈലി പോസിറ്റീവ് കോറിലേഷൻ. ഇനി ഒരു 0.6 ഒക്കെ ആണെങ്കിൽ മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സോ -1 to 0 ആണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇനി നമുക്ക് കോറിലേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏത് റേഞ്ചിലാണുള്ളതെന്ന്. അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ടേക്സ് വാല്യൂസ് ബിറ്റ്വീൻ -1 to +1. -1 to +1 റേഞ്ചിലാണ് ഇത് ഉള്ളത്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് അൺആൾട്ടേർഡ് if a constant is added to or subtracted from the value of one variable or both variables. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം കോറിലേഷൻ കോഫിഷ്യന്റ് ഓഫ് XY എന്ന് പറയുന്നത് ഒരു 0.8 ആണെങ്കിൽ, ഇപ്പോൾ ഇവർ പറയണത് എക്സിൻ്റെ കൂടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പോൾ മൈനസ് ചെയ്താലോ, ഇനി എക്സിൻ്റെ മാത്രം ആഡ് ചെയ്ത് വൈനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, എക്സിനെ മാത്രം മൈനസ് ചെയ്ത് വൈനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, അങ്ങനെ എന്ത് ചെയ്താലും അതിൻ്റെ ഒക്കെ കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്നത്, കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് 0.8. ഇനിയിപ്പം ഒരാൾ മാത്രം കൂടെ കുറേ അതിന് ചെയ്യുന്നതിന് പകരം ഇപ്പം 2 വാല്യൂസിലേക്കും ഇപ്പം എന്തെങ്കിലും ആഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സബ്ട്രാക്ട് ചെയ്യാണ്, അങ്ങനെ ചെയ്താലും ഈ കോറിലേഷൻ കോഫിഷ്യന്റിന് ഒരു മാറ്റമില്ല, സെയിം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് അൺആൾട്ടേർഡ് ഇഫ് ദ വാല്യൂസ് ഓഫ് വൺ വേരിയബിൾ ഓർ ബോത്ത് വേരിയബിൾസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ഓർ ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റന്റ്. ഇനിയിപ്പോൾ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക അതിന് പകരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇപ്പം എക്സ് ആൻഡ് വൈ, അതിന് പകരം നമ്മൾ 2x ആൻഡ് വൈ അല്ലെങ്കിൽ 2x ആൻഡ് 3y, അങ്ങനെ എന്ത് വാല്യൂസ് ആഡ് മൾട്ടിപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ എന്ത് വാല്യൂസ് ഡിവൈഡ് ചെയ്താലും ഒക്കെ നമുക്ക് സെയിം കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് കിട്ടുക. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കോറിലേഷൻ കോഫിഷ്യന്റ് ഇസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾസ്. ഇപ്പോൾ നമ്മൾ R(xy) കണ്ടുപിടിച്ചാലും R(yx) കണ്ടുപിടിച്ചാലും രണ്ടും സെയിം ആണ്, അവർ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. R(xy) ആയാലും R(yx) ആയാലും നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സ് കൂടുന്നതിനനുസരിച്ച് വൈയും കൂടുന്നുണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തിരിച്ചെടുത്താലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? യെസ്, അപ്പോൾ സെയിം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് കോറിലേഷൻ കോഫിഷ്യന്റ് ബിറ്റ്വീൻ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇസ് 0 ബട്ട് ദ കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. അതായത് ഇപ്പം കോറിലേഷൻ കോഫിഷ്യന്റ്, ഇപ്പം 2 വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R(xy) = 0 ആണെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വേരിയബിൾസ് എക്സും വൈയും തമ്മിൽ ഒരു റിലേഷനും ഇല്ലെങ്കിൽ അതിൻ്റെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ നമുക്കത് തിരിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പറയണത്. അതായത് ഇപ്പോൾ കോഫിഷ്യന്റ് കോറിലേഷൻ 0 ആണെന്ന് വിചാരിച്ച് നമ്മളുടെ വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിക്കൊള്ളുന്നില്ല.
കാരണം നമ്മൾ കോറിലേഷൻ അനാലിസിസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലീനിയർ റിലേഷൻഷിപ്സ് മാത്രമാണ്. അപ്പോൾ എക്സും വൈയും തമ്മിൽ അതല്ലാത്ത എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ, വല്ല നോൺ ലീനിയർ റിലേഷൻ അങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 0 ആയിരിക്കും കിട്ടുക. പക്ഷേ ആക്ച്വലി എക്സ് ആൻഡ് വൈ തമ്മിൽ എന്തെങ്കിലും അതർ റിലേഷൻ ഉണ്ടാവും. സോ എക്സ് ആൻഡ് വൈ ഇവിടെ 0 കിട്ടി എന്നതുകൊണ്ട് എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദി അതർ വേ നമുക്ക് പറയാം, എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കോറിലേഷൻ 0 ആണ്. ദാറ്റ് ഇസ് 0 കോറിലേഷൻ ആണ് നമുക്കുള്ളത്. കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ 0 ആയിരിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആണോ സെക്കൻഡ് ഇക്വേഷൻ ആണോ യൂസ് ചെയ്യേണ്ടത്? യെസ്, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1/n summation x minus x bar into y minus y bar whole divided by root of 1/n summation x minus x bar the whole square into root of 1/n summation y minus y bar the whole square. ഇതാണല്ലേ നമ്മുടെ കോറിലേഷൻ കോഫിഷ്യന്റ് ഇക്വേഷൻ. ഇനി നമുക്കിവിടെ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്? ഇവിടെ സമ്മേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു 100 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സമ്മേഷൻ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 40 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1000 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിലേക്ക് വേണ്ട എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. n ഇസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/5 ഇൻറ്റു ഈ വാല്യൂ 100 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1/5 ഇൻറ്റു 1000 ഇൻറ്റു റൂട്ട് ഓഫ് 1/5 ഇൻറ്റു 40. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 200 ഇൻറ്റു റൂട്ട് 8 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ റൂട്ട് 1600 എന്ന് നമുക്ക് കിട്ടും. ഓൺ ഫർദർ കാൽക്കുലേഷൻ വിൽ ഗെറ്റ് 20/40 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അപ്പോൾ നമ്മളുടെ ഇവിടെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0.5. കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കാൾ പിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആർ ഗിവൺ ബിലോ. എക്സും വൈയും അങ്ങനെ 2 വേരിയബിൾസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? യെസ്, നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാനുള്ളത്. എന്തായിരുന്നു ആ ഇക്വേഷൻ? ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു n ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ദി ഹോൾ സ്ക്വയർ. ഇതാണല്ലേ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. സോ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആണ് ഇതിലേക്ക് നമുക്ക് കിട്ടാനുള്ളത്? സമ്മേഷൻ എക്സ് വൈ, അതേപോലെ സമ്മേഷൻ എക്സ്, സമ്മേഷൻ വൈ, സമ്മേഷൻ എക്സ് സ്ക്വയർ ആൻഡ് സമ്മേഷൻ വൈ സ്ക്വയർ. അങ്ങനെ ഈ 5 വാല്യൂസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമ്മളെ ടേബിള് നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് എക്സ് വൈ കണ്ടുപിടിക്കാം, എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം, വൈ സ്ക്വയർ. ഈ 5 കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്തൊക്കെയാണ് എക്സ് വാല്യൂസ് ഇവിടെ കിട്ടുന്നത്? 18, 28,
12, 25, 22, 15, 7 and 16. ഇനി എന്തൊക്കെയാണ് y values? 12, 19, 21, 34, 25, 20, 15 and 14. ഇപ്പം നമുക്ക് എക്സ് വാല്യൂസും വൈ വാല്യൂസും എഴുതി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടലാണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ ഈ വാല്യൂസ് എഴുതി കഴിഞ്ഞ് കാൽക്കുലേറ്റ് നമുക്ക് സമേഷൻ എക്സ് ഇവിടെ കിട്ടും, സമേഷൻ വൈ ഇത് സമയതാ കിട്ടും, ദെൻ എക്സ് വൈ ആൻഡ് വൈ സ്ക്വയർ. ഇനി വാട്ട് ഈസ് 18 into 12? ആണ് നമുക്ക് എക്സ് വൈ കിട്ടുന്നത്. അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 324. 18 സ്ക്വയർ ഇസ് 324 ആൻഡ് 12 സ്ക്വയർ ഇസ് 144. ഇങ്ങനെ നമ്മൾ ഓരോ വാല്യൂസും എക്സും വൈയും യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇങ്ങനൊരു ടേബിളാണ് നമുക്ക് കിട്ടുക. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എക്സ് വൈ കിട്ടി, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്. അങ്ങനെ ഹോൾ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ആവശ്യമുള്ള സമേഷൻ എക്സ്, സമേഷൻ എക്സ്, സമേഷൻ വൈ, സമേഷൻ എക്സ് വൈ, സമേഷൻ എക്സ് സ്ക്വയർ ആൻഡ് സമേഷൻ വൈ സ്ക്വയർ നമുക്കിവിടെ കിട്ടും. സോ ഇത് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു, ഇനി ഇതിൽ എത്ര വാല്യൂസ് ഉണ്ട്? ഇവിടെ n ഇസ് ഈക്വൽ ടു 8 ആണ്. സോ 8 into here summation xy is 3029 minus summation x is 143 into summation y is 160 divided by root of 8 into summation x square എന്ന് പറയുന്നത് 2891 minus summation x is 143 the whole square into root of 8 into summation y square എന്ന് പറയുന്നത് 3548 minus ഇവിടെ നമ്മൾ summation y എന്ന് പറയുന്നത് 160, that is minus 160 the whole square. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആർ ഓഫ് എക്സ് വൈ കിട്ടും. സോ അത് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റിൽ ഇടണം. സോ നെക്സ്റ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. എന്താണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കേസസ് where one or both variables are expressed in terms of ranks instead of actual values in bivariate data. അതായത് ഇത്രയും നേരം നമ്മൾ നോക്കിയ ഡാറ്റയിൽ നമുക്ക് എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് കിട്ടുക എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, വൈൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി അതിന് പകരം ജസ്റ്റ് അതിൻ്റെ റാങ്ക് ആണ് തരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഇനിയിപ്പം എക്സിന് പകരം നമുക്ക് എക്സിൻ്റെ റാങ്ക്സ്, ആ ഒബ്സർവേഷൻസ് ഏതൊക്കെ റാങ്കിലാണ് ആരൊക്കെയാണുള്ളത്, അങ്ങനെ 1, 2, 3 അങ്ങനെ റാങ്ക്സിലാണ് തരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോ യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് റോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത്. ദ സ്റ്റഡി ഓഫ് കോറിലേഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ബൈ റാങ്ക് ഇസ് കോൾഡ് റാങ്ക് കോറിലേഷൻ. അതായത് റാങ്ക്സ് യൂസ് ചെയ്തിട്ട് ആ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ റാങ്ക് കോറിലേഷൻ എന്നാണ് പറയുക. അത് ജനറലി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഹോണസ്റ്റി, എഫിഷ്യൻസി, ഇൻ്റലിജൻസ് എക്സെട്ര എക്സ്പ്രസ്ഡ് ബൈ അലോട്ടിംഗ് റാങ്ക്സ്. നമുക്കിപ്പം ഓണസ്റ്റി, എഫിഷ്യൻസി അതൊന്നും നമുക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് 100 ഓണസ്റ്റി ഉണ്ട്, ഒരാൾക്ക് 200 ഓണസ്റ്റി ഉണ്ട്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. അത് ജസ്റ്റ് നമുക്ക് റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ. സോ അങ്ങനത്തെ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ.
അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സമ്മേഷൻ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെയും ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, വേർ റാങ്ക്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. ഇവിടെ റാങ്ക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. റാങ്ക്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അഥവാ ആ റാങ്ക്സ് തന്നതിൽ ഒരേ റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വേറൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഹിയർ ഡി, ഇവിടെ എന്താ ഡി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് റാങ്ക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എന്താണ് ഓരോ റാങ്കും തമ്മിൽ? ഒരു ഇൻഡിവിജ്വലിന് ഇപ്പം മാത്സിൽ കിട്ടിയ റാങ്ക് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കിട്ടിയ റാങ്ക്, അത് തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. അതേപോലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, എത്ര ആൾക്കാരുടെ വാല്യൂസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിനാണ് നമ്മൾ എൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Here this find out Spearman's rank correlation coefficient between x and y. ഇവിടെ എക്സും വൈയും നമുക്ക് വാല്യൂസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ അത് റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും വേഗം അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത് നമുക്ക് ഡി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ആദ്യം ഇവിടെ എക്സ് വൈ അതിനെ നമ്മൾ റാങ്ക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം, ലൈക്ക് R1 R2, ആൻഡ് അതിൻ്റെ ഡിഫറൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഇക്വേഷനിൽ വി ഹാവ് ഇസ് ഡി സ്ക്വയർ. സോ ഫസ്റ്റ് ഈ എക്സിനെ നമ്മൾ ടാബുലർ ഫോമിൽ എഴുതാണ്, ആൻഡ് വൈ ഇസ് 63, 75, 60, 92 ആൻഡ് 85. ഇതിൽ എക്സിൽ ആർക്കാണ് ഫസ്റ്റ് റാങ്ക്? ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് 91. അപ്പം 91ന് നമ്മൾ റാങ്ക് 1 കൊടുത്തു. ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഇസ് 84, അതാണ് റാങ്ക് 2. ആൻഡ് 70 ആണ് അടുത്തത് വരുന്നത്, സോ ദാറ്റ് ഇസ് റാങ്ക് 3. ആൻഡ് 64 ഇസ് റാങ്ക് 4, 58 ഇസ് റാങ്ക് 5. ഇവിടെ R1 എന്ന് പറയുന്നത് എക്സിൽ ഒബ്സർവേഷൻസിൻ്റെ റാങ്ക്സ് ആണ്. ഇനി R2 എന്ന് പറയുന്നത് വൈയിൽ ഒബ്സർവേഷൻസിൻ്റെ റാങ്ക്സ് ആണ്. സോ വൈയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 92 ആണ്. സോ 92 ഗെറ്റ്സ് റാങ്ക് 1, ആൻഡ് 85 ഗെറ്റ്സ് റാങ്ക് 2, 75 ഗെറ്റ്സ് റാങ്ക് 3, 63 ഗെറ്റ്സ് റാങ്ക് 4, ആൻഡ് 60 ഗെറ്റ്സ് റാങ്ക് 5. ഇപ്പം നമുക്ക് 2 റാങ്ക്സ് കിട്ടിയിട്ടുണ്ടല്ലേ, R1ഉം R2ഉം. എക്സിൻ്റെ റാങ്ക്സും കിട്ടി, വൈൻ്റെ റാങ്ക്സും കിട്ടി. ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്നത് R1ൻ്റെയും R2ൻ്റെയും ഡിഫറൻസ് ആണ്. Here 3 minus 1 is minus 1, 1, 0, 1, minus 1. So നമുക്ക് D കിട്ടി. ഇനി ഇതിൻ്റെ സ്ക്വയർ ആണ് D സ്ക്വയർ. Minus 1 square is 1. Here it is 1, 0, 1 and 1. നമുക്ക് വേണ്ടത് എന്താ? സമ്മേഷൻ D സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ സമ്മ് കിട്ടുന്നത് ഇസ് 4. ഇനി നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സമ്മേഷൻ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. ഇവിടെ എൻ എത്രയാണ്? എത്ര ഒബ്സർവേഷൻസ് ആണ് നമുക്കുള്ളത്? നമുക്ക് 5 ഒബ്സർവേഷൻസ് ആണുള്ളത്. സോ അതാണ് നമ്മളെ എൻ എന്ന് പറയുന്നത്. ഇനി ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കാം. ഇറ്റ് ഈസ് 1 മൈനസ് 6 ഇൻറ്റു സമ്മേഷൻ ഡി സ്ക്വയർ ഇസ് 4, 6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് 1. That is equal to 1 minus 24 divided by 5 into 24. 5 square എന്ന് പറയുന്നത് എന്താണ്? 25. So 25 minus 1 is 24. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24 into 5 is 120. 120 minus 24 divided by 120. 120 minus 24 is 96. 96 divided by 120. ഇവിടെ 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 96 ഉം 120. സോ നമുക്ക് 8/10 എന്ന് കിട്ടും. ദാറ്റ് ഇസ് 0.8. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്
റോ ഇസ് ഈക്വൽ ടു 0.8. അപ്പോൾ ഒരു കുറച്ച് ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് നമുക്കുള്ളത് അല്ലേ, ഇറ്റ് ഇസ് 0.8. ഇനി നമ്മൾ റാങ്ക്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ വരുന്ന ഇക്വേഷൻ. Sometimes it may be necessary to assign equal ranks to 2 or more items. അതായത് ഇപ്പോൾ നമ്മളെ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയണത് ഇപ്പോൾ 35, 40, 55, 40, 32, 40, 40 അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം അല്ലേ, 40 4 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 40ക്ക് ഇപ്പോൾ ഓരോ 40ക്കും ഡിഫറെൻറ്റ് റാങ്ക്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് അതിനെല്ലാവർക്കും ഈക്വൽ റാങ്ക്സ് ആണ് നമ്മൾ കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് റാങ്ക് വരുന്നത് 55 ആണ്. സ്റ്റുഡൻസ് ഒരു 5 minutes ബ്രേക്ക്, ഞാൻ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. ഐപാഡ് ഓഫ് ആയിട്ട് സോ നമുക്ക് എക്സിന് ഇപ്പോൾ ഒബ്സർവേഷൻസിൽ നമുക്ക് 35, 40, 55, 40, 32, 40, 40 ആണുള്ളത്. ഇവിടെ 40 4 ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് റാങ്ക്സ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് റാങ്ക് 55-നാണ്. ഇനി സെക്കൻഡ് റാങ്കിൻ്റെ സ്ഥലത്ത് 40 ആണ് വരേണ്ടത്, അവിടെ 4 40 ഉണ്ട്. സോ അതിന് 2, 3, 4, 5 അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ അതിൻ്റെ ആവറേജ് ആണ് ഓരോരുത്തർക്കും കൊടുക്കുക. ഇറ്റ് ഈസ് 2 + 3 + 4 + 5 ദാറ്റ് ഈസ് by 4 that is equal to 14/4. അതെന്ന് പറയുന്നത് 3.5 ആണ്. സോ 3.5 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ 40ൻ്റെ സ്ഥലത്ത് നമ്മൾ കൊടുക്കുക. ആൻഡ് ദ നെക്സ്റ്റ് റാങ്ക് ഇസ് ഫോർ 35. അതിന് നമ്മൾ റാങ്ക് 6 കൊടുക്കും. ആൻഡ് 32 ഗെറ്റ്സ് എ റാങ്ക് 7. ഇങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒബ്സർവേഷൻ വരികയാണെങ്കിൽ ഇതാണ് നമ്മൾ കൊടുക്കുക. ഇനി അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മളൊരു കറക്ഷൻ ഫാക്ടർ കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് സമ്മേഷൻ m³ - m / 12. അതാണ് കറക്ഷൻ ഫാക്ടർ. ഈ കറക്ഷൻ ഫാക്ടർ നമ്മളുടെ പ്രീവിയസ് ഇക്വേഷൻ, നമ്മളെ നേരത്തെ എഴുതിയ സ്പിയർമാൻസ് ഇക്വേഷനിൽ ഈ കറക്ഷൻ ഫാക്ടർ കൂടി നമ്മൾ ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് റാങ്ക്സ് റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. സോ കറക്ഷൻ ഫാക്ടറിൽ വി ഹാവ് എസ് കറക്ഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ m³ - m / 12. ഇവിടെ m എന്ന് പറയുന്നത് എത്ര വട്ടം ഈ റാങ്ക്സ് റിപ്പീറ്റ് ചെയ്തു,
ഇവിടെ നോക്കുകയാണെങ്കിൽ 40 4 വട്ടാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ m എന്ന് പറയുന്നത് 4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു summation 4 cube minus 4 divided by 12. ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പിയർമാൻസിൽ നമ്മൾ ആഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്പിയർമാൻസ് റാങ്ക് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സെയിൽ ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഫോളോയിങ് 10 ഫേംസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം സെയിൽസിൽ 50 എന്ന് പറഞ്ഞ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ 60 എന്ന് പറഞ്ഞ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ കോറിലേഷൻ കറക്ഷൻ ഫാക്ടർ ഉള്ള സെക്കൻഡ് ഇക്വേഷൻ ആണ്. സോ എന്തായിരുന്നു ആ ഇക്വേഷൻ? റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 summation d square plus correction factor divided by n into n square minus 1. ഇതാണ് നമ്മളുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഫിഷ്യന്റ് when the ranks are repeated. ഇനി നമ്മൾ ഈ റാങ്ക്സ് നമ്മൾ ആ ടാബുലർ ഫോം നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് വൈ റാങ്ക് 1 റാങ്ക് 2 d square. So now we have is 50 50 55 60 65 65 65 60 60 and 50. ഇങ്ങനെ 10 വാല്യൂസ് ആണ് നമുക്ക് എക്സിൽ ഉള്ളത്. ഇനി വൈയിലുള്ള വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിലുള്ള വാല്യൂസ് ദാറ്റ് ഈസ് 11 13 14 16 16 15 15 14 13 and 13. ഇതാണ് നമുക്ക് വൈയിൽ കിട്ടുന്ന വാല്യൂസ്. ഇനി ഇതിൽ നമ്മൾ റാങ്ക് ചെയ്യണം. സോ എക്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് 65-നാണ്. പക്ഷെ 65 3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കണം. ദാറ്റ് ഈസ് 1 + 2 + 3 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ആണ്. സോ 65-ൻ്റെ റാങ്ക് 2 ആയിരിക്കും. 2 2 and 2. ഇനി നെക്സ്റ്റ് വരുന്നത് 60. 60ക്ക് നെക്സ്റ്റ് റാങ്ക്സ് 4 and 5. 2 വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ 4 + 5 by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5. അപ്പോൾ 60ക്ക് 4.5 4.5 അങ്ങനെ റാങ്ക് കൊടുക്കുക. ഇനി അടുത്ത ഹൈസ്റ്റ് എന്ന് പറയുന്നത് 60 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റാങ്ക് 4 + 5 + 6 by 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ 60യുടെ റാങ്ക് ഇസ് 5 5 5. ഇനി അടുത്ത ഹയസ്റ്റ് എന്ന് പറയുന്നത് 55 ആണ്. 55ൻ്റെ റാങ്ക് ഇസ് 7. 6 വരെയുള്ള റാങ്ക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സോ അടുത്ത വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ 55 ഗെറ്റ്സ് ദി റാങ്ക് 7 ആൻഡ് 50 3 ഉണ്ട്. സോ 8 + 9 + 10 ഡിവൈഡഡ് ബൈ 3. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 9 ആണ്. സോ 50ക്ക് കൊടുക്കേണ്ട റാങ്ക്സ് ഇസ് 9 and 9. ഇനി R2 എന്ന് പറയുന്നത് വൈയിലത്തെ വാല്യൂസ് ആണ്. ഇവിടെ വൈയിൽ 16 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ റാങ്ക് 1.5 1.5 ആയിരിക്കും. ദാറ്റ് ഈസ് 1 + 2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 1.5 and 1.5. ഇനി 15 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് 3 + 4 by 2 ദാറ്റ് ഈസ് 3.5 and 3.5. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 14 ആണ്. 14 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ 5 + 6 by 2 5.5 and 5.5. ഇനി 13 3 വട്ടമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഇനി 7 തൊട്ടാണല്ലേ നമുക്ക് റാങ്ക്സ് കൊടുക്കാനുള്ളത്. സോ ഇറ്റ് ഈസ് 7 + 8 + 9
അപ്പോൾ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 8 ആണ്. സോ 13 ഗെറ്റ്സ് ദ റാങ്ക് 8. ഇനി ഏറ്റവും ലാസ്റ്റ് ഉള്ളത് 11 ആണ്. അതിൻ്റെ റാങ്ക് ഇസ് 10. ഇനി നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. സോ 9 മൈനസ് 10 ഇസ് -1 പ്ലസ് 1 ഇതാണ് നമ്മൾക്ക് ഡിയിൽ കിട്ടുന്നത്. ഇനി ഡി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഇസ് 1 പ്ലസ് 1 പ്ലസ് 2.25 പ്ലസ് 35 സ്ക്വയർ ദാറ്റ് ഇസ് 12.25 0.25 മൈനസ് 2.25 മൈനസ് 2.25 0.25 -9 and 1. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമേഷൻ ഡി സ്ക്വയർ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമേഷൻ ഡി സ്ക്വയർ കിട്ടും. അത് നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ നമുക്ക് കിട്ടും. ഇനി എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ഇത് സേ എക്സാം 2023 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫൈൻഡ് ഔട്ട് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഫിഷ്യൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്സും വൈയും, ഇനി അതിൻ്റെ റാങ്ക് 1, റാങ്ക് 2, ഡി ആൻഡ് ഡി സ്ക്വയർ, ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. സോ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതാം 70, 64, 58, 84 ആൻഡ് 91. ഇനി വൈൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 63, 75, 60, 92 ആൻഡ് 85. ഇനി എക്സിൻ്റെ റാങ്ക്സ് ആണ് R1 എന്ന് പറയുന്നത്. സോ R1ന് ഫസ്റ്റ് റാങ്ക് 91 സോ 1, സെക്കൻഡ് റാങ്ക് 84, തേർഡ് റാങ്ക് 70, ഫോർത്ത് റാങ്ക് 64, ഫിഫ്ത്ത് റാങ്ക് 58. ഇനി R2 എന്ന് പറയുന്നത് വൈൻ്റെ റാങ്ക്സ് ആണ്. സോ ഫസ്റ്റ് റാങ്ക് is 92, second rank is 85, third rank is 75, fourth rank is 63 and fifth rank is 60. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ this is -1 +1 0 1 -1. ഇനി ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 1 0 1 1. സോ സമേഷൻ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ഇവിടെ നമുക്ക് റാങ്ക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സമേഷൻ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ദാറ്റ് ഈസ് 1 മൈനസ് 6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ, ഇവിടെ 5 ഒബ്സർവേഷൻസ് ആണ് നമുക്കുള്ളത്. സോ 5 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 24 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 24. ഫൈനൽ ഈ ആൻസർ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ഇസ് 0.8. ഇനി ഈ ക്വസ്റ്റ്യൻ 1 മാർക്കിന് ഇംപ്രൂവ്മെന്റ് എക്സാമിൽ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് ലൈങ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. നമ്മൾ നേരത്തെ കാൾ പിയേഴ്സൺ കോറിലേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ റേഞ്ച് എത്രയാണെന്നുള്ളത്. സോ എത്രയായിരുന്നു ആ റേഞ്ച്? Yes, the range is between -1 and +1. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇസ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 and +1. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കാണ് നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഫിഷ്യൻ, അതും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R of xy is equal to n summation xy minus summation x summation y whole divided by root of n into summation x square minus summation x the whole square into root of n into summation y square
minus summation y the whole square. ഇനി ഈ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് വൈ എക്സ് വൈ എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ. ഇവിടെ നമുക്കുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 12, 15, 16, 20, 25, 30, ആറ് വാല്യൂസാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി വൈയിൽ 22, 25, 30, 32 ആൻഡ് 35. സോറി, ഇതിലൊരു 23 ഉണ്ടായിരുന്നു. സോ 23, 30, 32 ആൻഡ് 35. ഇവിടെ നമുക്ക് സമേഷൻ എക്സ് കിട്ടും, ഇവിടെ സമേഷൻ വൈ. ഇനി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണ് കിട്ടുക? നമുക്ക് 264 എന്നാണ് കിട്ടുക. ആൻഡ് 15 into 25 is 375. 16 into 23 is 368. 20 into 30 is 600. 25 into 32 is 800. And 30 into 35 is 1050. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമേഷൻ എക്സ് വൈ കിട്ടും. ഇനി എക്സ് സ്ക്വയർ ഇസ് 12 സ്ക്വയർ ഇസ് 144, 15 സ്ക്വയർ ഇസ് 225, 16 സ്ക്വയർ ഇസ് 256, 20 സ്ക്വയർ ഇസ് 400, 25 സ്ക്വയർ ഇസ് 625 ആൻഡ് 30 സ്ക്വയർ ഇസ് 900. ഇനി വൈ സ്ക്വയർ 22 സ്ക്വയർ ഇസ് 484, 25 square is 625, 23 square is 529, 30 square is 900, 32 square is 1024 and 35 square is 1225. ഇതിൻ്റെ സം is x square, ഇതിൻ്റെ സം is y square. ഇതിൻ്റെ ടോട്ടൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക is 118, summation y is 167, summation xy is 3457, summation x square is 2550 and summation y square is 4787. ഇനി ഇതെല്ലാം നമ്മൾ ആറിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വാല്യൂസ് ആണുള്ളതെന്ന് പറഞ്ഞു. സോ നമ്മളുടെ എൻ എന്ന് പറയുന്നത് 6 ആണ്. സോ 6 ഇൻറ്റു സമേഷൻ xy is 3457 minus summation x is 118, summation y is 167 whole divided by 6 into summation x square is 2550 minus summation x is 118 into whole square, then summation, then we have is root of 6 into summation y square എന്ന് പറയുന്നത് is 4787 minus summation y is 167 the whole square. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.9676. ഈ r is equal to 0.9676 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹൈലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഇതൊരു ഹൈലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്, അതായത് ഒരു എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇത് ഹൈലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. സോ ഇന്നടുത്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചോദിച്ചേ. സോ ഓൾ ക്ലിയർ എന്ന് വിചാരിക്കണു. ക്ലാസ് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേ ചാനലിലല്ല മറ്റൊരു ലൈവ് നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസിൽ സാർ എടുക്കുന്നുണ്ട്, കൂടെ നിതിൻ സാറും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. നമ്മൾ ഓണത്തിൻ്റെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എക്സാമിന് വരുന്നത്. അതിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എല്ലാം ചെയ്യുന്നത്. സോ എല്ലാവരും വേഗം ആ ലൈവിൽ പോയി ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യാം.
സോ നാളെ നിങ്ങളുടെ ലൈവായിട്ട് വരുന്നത് ഗായത്രി മിസ്സും ലിൻഡോ സാറും ആണ്. ഇന്ന് തരുന്ന ക്വസ്റ്റ്യൻ ഓഫ് ഡേ എല്ലാവരും ചെയ്യുക. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് നാളെ ഇവരുടെ ലൈവിലായിരിക്കും. സോ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് ആൻഡ് ഗുഡ് നൈറ്റ്.